കുറേ അനുഭവങ്ങളുണ്ട്. പിന്നെ ലാസ്റ്റ് അനുഭവം ഇപ്പോൾ വഫാത്താകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞൊരു സംഭവം, ഉപ്പാനെ വല്ലാതെ പ്രയാസപ്പെടുത്തിയ സംഭവം. കുറേ കാലം പോലുള്ള റൂം അടച്ചിരുത്തി ആളുകളെ കാണാതെ ഇരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിൽ പിന്നെ ഒരു സമയത്ത് തുറന്നു. അപ്പോൾ ആ വിവരം അറിഞ്ഞപ്പോൾ ഉപ്പ ഓടി. ആ സമയത്ത് ഒരുപാട് ആളുകളുണ്ട് അവിടെ. അപ്പം മുറ്റിച്ചൂര് പാപ്പിയുണ്ട് അവിടെ. അപ്പോൾ ഉപ്പാനെ കണ്ടപ്പോൾ കോയ അയ്യും വന്നോന്ന് ചോദിച്ച് രണ്ടാം കൂടി കയ്യ് പിടിച്ച് കോണിപ്പടി കയറിപ്പോയി. ആളുകളൊന്നും നോക്കാതെ അങ്ങനെ കയറിപ്പോയപ്പോൾ അവിടെ നിന്ന് നിൽക്കുന്ന ആൾ പാവനോട് ദേഷ്യപ്പെട്ടു. ഇത്രയും ആൾക്കാർ വെക്കുമ്പോൾ നിങ്ങളങ്ങോട്ട് പാഞ്ഞ് കയറില്ല അങ്ങോട്ട് ചോദിച്ചു നേരെയാണ്. അപ്പോൾ ഉപ്പ അത് വേണ്ടി അങ്ങോട്ട് കയറിപ്പോയി. രണ്ടാൾ കയറിപ്പോയി. അപ്പോൾ സിയം പോലെ കിടക്കുന്നിടത്ത് എണീച്ചിട്ട് ഇപ്പാനിങ്ങനെ കൂട്ടിയും പിടിച്ച്, ഇപ്പോൾ പറയാം ഇന്നെങ്ങനെ കൂട്ടിയും പിടിച്ച് വരത്തെ ഭാഗത്തു കൂടി മുറ്റിച്ചൂർ പാപ്പാന് ഞങ്ങൾ രണ്ടാം കൂടി ഇങ്ങനെ അണഞ്ഞു കൂട്ടിച്ച് ഇങ്ങനെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് ചോദിച്ച് വർത്താനൊക്കെ പറഞ്ഞു. കുറച്ച് സമയം നീണ്ടു പോയപ്പോൾ ഇയാൾ അവിടെ നിൽക്കണ മൂപ്പര് എന്താക്കി കുറേ സിയം വലിയുന്നാനും നടക്കൊണ്ട് ഇങ്ങനെ ആളുകൾ നടത്തിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ കൂടുതൽ ഇവിടെയൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ അവർക്ക് നേരം വെക്കൂല എന്നൊക്കെ ചോദിച്ചു. ആ അപ്പോൾ പാപ്പ അങ്ങനെ നോക്കി, പറമ്പിൽ പള്ളിയിൽ നിന്ന് ഷഹീദിൻ്റെ കുട്ടികൾ വന്നാൽ അവരോട് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ, അവരെങ്ങനെ നമ്മൾ നിസാരപ്പെടുത്താൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ഇതിൽ ഗാന്യതത്തിൽ പറഞ്ഞു. അങ്ങനെ തിരിച്ചു പോന്നപ്പോൾ അവിടുന്ന് ഈ മൂപ്പനോട് വാക്ക് പറഞ്ഞു പോയി, ഞാൻ കാണാൻ വിചാരിച്ച് വന്നാൽ ഞാൻ കണ്ടിട്ടേ പോവുള്ളൂ, എനിക്ക് തടസ്സമൊന്നുമല്ല ഇപ്പം അന്ന് പറഞ്ഞു. ആ ഒരു ഇതിൽ പറഞ്ഞു. പിന്നെ റൂമിൽ ചെന്നപ്പോൾ ഉപ്പാക്ക് വല്ലാത്ത വിഷമം. ഞാൻ പറഞ്ഞത് സിയം പോലെന്നാൻ്റെ അതിർത്താൽ എന്തെങ്കിലും ഉണ്ടോ, മൂപ്പർക്ക് പൊരുത്തുണ്ടാവില്ല ഇതിങ്ങനെ. അപ്പോൾ മൂപ്പർ ഫാത്തി ഓതും പാപ്പാൻ്റെ വീട്ടിൽ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അന്ന് രാത്രി ഇപ്പോൾ കിടന്നുറങ്ങുന്ന സമയത്ത് പാപ്പ വന്ന് എന്താ കോയ വിശേഷം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഉപലി ഇരിക്കുന്നത് ഒരു കുറ്റിക്കാട്ടിലാണ്. ഓരോ പൊന്തയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുറ്റിക്കാർ ഇവർ ഷേപ്പിന ഇരിക്കുന്നത്. അങ്ങനെ കൈ പിടിച്ചാണ് പോയത്. ഇങ്ങോട്ട് പോകാറുങ്ങാണ്ട് പാനെ കൈ പിടിച്ചുകൊണ്ട് ഇവിടെ ഇവിടെ ഇരിക്കാറുങ്ങാണ്ട് അവിടെ പോയി ഇങ്ങോട്ട് 2 കല്ലുണ്ടായില്ല കുറ്റി. അവിടെ പോയി ഇരുന്നിട്ട് ഇങ്ങനെ കപ്പാൻ്റെ കയ്യും പിടിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞത് അതിനൊന്നും കുഴപ്പമില്ല, ഞാൻ പൊരുത്തപ്പെട്ടു, എനിക്കതൊരു വിഷയമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാനങ്ങനെ കാണാൻ വരുമ്പോൾ ഇത്ര ആൾക്കാർ മുഖങ്ങൾ കാണേണ്ടി വരും, എങ്ങനെ ഇപ്പോൾ ഞാൻ അങ്ങോട്ട് വരും പാപ്പ. അപ്പോൾ പാപ്പ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് എന്നെ കാണാൻ അവിടെ വരണ്ടല്ലോ, ഇവിടെ വന്നാൽ മതിയായിരുന്നു, ഇവിടെ വന്നാൽ മതിയായിരുന്നു. പാപ്പൊന്നും മനസ്സിലായില്ല. ഇനി എന്നെ നിങ്ങൾ കാണാൻ അങ്ങോട്ട് വരണ്ടല്ലോ, ഇവിടെ വന്നാൽ മതി, ഇവിടെ വരുമ്പോൾ ആരും തടസ്സം ഉണ്ടാവില്ലല്ലോ പറഞ്ഞു. അത് പറഞ്ഞ് അതങ്ങനെ ഉണർന്നു പോയി. അപ്പോൾ പാക്ക് സമാധാനമായി. അങ്ങനെ ഇപ്പോൾ മുമ്പത്തേക്ക് ആ സന്തോഷത്തിൽ ഇവിടെ സിയാർത്ത് ചെയ്ത് മുമ്പത്തേക്ക് സിയാർത്ത് ചെയ്യാൻ പോയി. ആ സമയത്താണ് സീമോലുള്ള വഫാത്തായ വിവരം അറിഞ്ഞു. ഉടനെ തന്നെ ഓടിയെത്തി. പിന്നെ കോഴിക്കോട് ചെന്നപ്പോൾ അവിടുന്ന് ജനാസ മർക്കസിൽ ജനാസ സംസ്കാരം അങ്ങോട്ട് പോയത്. പിന്നെ അവിടേക്ക് ഓടി കാർ വിളിച്ച് എത്തിയപ്പോഴത്തേക്കും അവിടുന്ന് മടവൂരിലേക്ക് എന്നെ കൊണ്ടുപോയാറ്. എങ്ങനെയൊക്കെ എത്തി അവസാനത്തെ മർക്കസ് കയറിയില്ലല്ലോ. മർക്കസിൻ്റെ അവിടേക്കാണ് പോവാറ്. മർക്കസ് അങ്ങനെയാണ് ഉപ്പാനോട് പറഞ്ഞെന്ന് പറഞ്ഞു. ചിലപ്പോൾ ആ റൂട്ട് എന്തായിരിക്കും അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഉപ്പ പറഞ്ഞു അവസാനത്തെ മയ്യത്ത് നിസ്കാരത്തെ ആ നിസ്കാരത്തിൻ്റെ സമയത്ത് ഞാൻ എത്തി. ഞാൻ നിസ്കാരം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഖബറിൻ്റെ അടുത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ ആ ഉറക്കത്തിൽ ഞങ്ങൾ അവസാനമായി ഞാൻ മൂപ്പരെ കണ്ട് സംസാരിച്ച ആ സ്ഥലമാണ് എന്ന് മൂപ്പര് മറവ് ചെയ്യപ്പെട്ടിട്ടുള്ള മക്കുബറുള്ള സ്ഥലം. അതാണ് മൂപ്പര്. ഇന്നിപ്പോൾ ആരെ സമ്മതം വേണ്ടല്ലോ അങ്ങോട്ട് പോകാൻ, ഒരാൾ എതിർക്കാനൊന്നുമില്ലല്ലോ. അതാണ് ഉപ്പ പറഞ്ഞു കൊടുത്തി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, അങ്ങനെ കുറച്ച് അനുഭവങ്ങളുണ്ട്. പിന്നെ ഉപ്പാക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഉമ്മാൻ്റെ കല്യാണം കാര്യവുമായി ബന്ധപ്പെട്ട് നസീബ് വലിയുള്ള ആണ് ഇതിൻ്റെ ഇടനായി. കാരണം ഇപ്പോൾ ഒരു കല്യാണം കഴിച്ച് അത് എന്തോ കാരണത്തിന് ഒഴിവായിപ്പോയി. അങ്ങനെ പിന്നെ ഇപ്പോൾ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് സിയം വലിയുള്ളതിനെ കണ്ട് ആ സമയത്താണ് സിയം വലിയ പരിചയപ്പെട്ടതിന് ദിവസം നിങ്ങൾ കല്യാണം കഴിക്കണം എന്ന് പറയുകയും അങ്ങനെ നിങ്ങൾ തന്നല മുഹമ്മദ് മുസ്തഫ പങ്ങളെ മോളുണ്ട് ഓരെ കെട്ടണം എന്ന് പറയുകയും അങ്ങനെ ആ കല്യാണം ഉണ്ടാക്കുന്നത് സിയാം വലിയുള്ളതാണ്. അതിൻ്റെ എല്ലാ ചെലവും വഹിക്കുന്നത് കോഴിക്കോട്ടെ നമ്മളെ ഇന്നത്തെ കോയമാർക്കാൻ്റെ ഉപ്പ ആചേരി, ചെറിയ ആചാരാണ്. ചെറിയ ആചാരെ വിളിച്ചിട്ട് പറഞ്ഞു, സിയാം വലി എൻ്റെ 2 മക്കളെ കല്യാണം നടക്കാനുണ്ട്, അതിൻ്റെ ഫുൾ ചെലവ് നിങ്ങളത് നോക്കിയെടുത്തുന്നതാണ്. അപ്പോൾ ഉപ്പാക്ക് മനസ്സിലായില്ല, അല്ല ആചാര്യക്ക് മനസ്സിലായി മക്കളെ സിയം വലിയുള്ളതൊക്കെ മക്കളാണ്. അപ്പോൾ ഏതാണ് മക്കളെന്ന് മനസ്സിലായില്ല. അങ്ങനെ പിന്നെയാണ് ഒന്ന് കോയക്കായാണ്, ഒന്ന് തന്നല മൂപ്പര മകളുമാണ്, എൻ്റെ ഉമ്മയാണ് എന്നുള്ളത് അറിയും. അതിനെല്ലാ പുല്ല് ചിലവുകളും അവരെടുത്ത് അങ്ങനെ ഭയങ്കര കോയപ്പാപ്പ അവരെല്ലാവരും കൂടിയിട്ടാണ് ആ കല്യാണം നടത്തുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ്
നമ്മൾക്കുള്ള കാര്യങ്ങൾ വല്ലവരുടെ ബന്ധങ്ങളാണ്. പിന്നെ പറമ്പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറമ്പള്ളിയില് നേർച്ച വരുന്നുണ്ടല്ലോ, ഈ പിക്കാസും എന്താ അങ്ങനെ? അത് പഴയ കാലത്ത് അവിടെ അങ്ങനെ നേർച്ച. അതിന് ആരെങ്കിലും വെച്ചാൽ അന്ന് പഴയ കാലത്തുള്ള ആളുകൾ അന്ന് ചെയ്തു വന്നതാണ്. അത് അവിടേക്ക് മൂപ്പരെ സ്മരിച്ചും കൊണ്ടാണ്. അതായത് മൂപ്പരെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു ബക്കറ്റ്, ഒരു കയറ്, ഒരു പഞ്ഞി പിന്നെ എന്തെങ്കിലും വേർപ്പൊക്കെ വന്നാൽ തുടക്കാൻ, പിന്നെ വെള്ളം നിസ്കരിക്കുന്നതുകൊണ്ട് കൊടുക്കാനുള്ള തുണി, പിന്നെ എന്തോ ഒരു ആയുധം മൂപ്പരെ കയ്യിൽ, ഒരു വാളൊന്നും പറയാൻ പറ്റില്ല, എന്തോ ഒരു ആയുധം മൂപ്പരെ കയ്യിലുണ്ട്. ഇതുകൊണ്ടാണ് മൂപ്പര് നടക്കാരെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ആയുധം കൊടുക്കുക, പിന്നെ ബക്കറ്റും കയറും കൊടുക്കുക, അവകാശങ്ങൾ. അത് ചില നേർച്ചകൾ സെഹ്റബത്ത് പോലത്തെ വാർത്തലാക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ അന്ന് പഴയ കാലത്ത് അവർ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. അവരുടെ കയ്യിലുണ്ടാകുന്നതുകൊണ്ട് അതിനെ സ്മരിച്ചുകൊണ്ടുള്ള ഇതാണ് അത് വരുന്നത്. അന്നാണ് മുപ്പര് സി എം വലിയ വന്നിട്ട് പറഞ്ഞു, ഷഹീദിനെ പറ്റി പറഞ്ഞത്, ഇവർ രാവിനെ പകലാക്കാനും പകലിനെ രാവാക്കാനും കഴിവുള്ള മഹാന ചെറിയ ആളല്ലേ, ചെറുതാക്കണ്ട. അപ്പോൾ മുപ്പര് പറഞ്ഞ് രാത്രി എണീച്ചിട്ട് മുപ്പര് പകലാകണമെന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കണമെന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചിരിക്കും. പകല് അസ്തമിക്കണമെന്ന് പറഞ്ഞാൽ അസ്തമിക്കും. അത്രയും ദർജയിലുള്ള മുപ്പര് പറഞ്ഞെന്ന് തന്നെ ഇപ്പോൾ പറഞ്ഞു, പതിരീങ്ങളിലേക്ക് കൂട്ടാൻ പറ്റും. പാപ്പ ചെറുതാണ് എന്ന് വെച്ചാൽ പാപ്പ ചെറിയ കുട്ടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 18-ൻ്റെയും 20-ൻ്റെയും ഇടയിൽ പ്രായമുള്ളൂ പാപ്പാക്ക്. എത്ര പ്രായമുള്ളൂ പാപ്പ കുട്ടി. അപ്പോൾ കുട്ടി എന്ന നിലയ്ക്ക് നിങ്ങൾ താത്തണ്ട, അതിൻ്റെ ദർജയാണ് വലുതാണെന്നുള്ളത് രീതിയിൽ അത് സി എം വലിയ നാട് പ്രഖ്യാപിക്കുമ്പോഴാണ് മുപ്പത് ദിവസം പറഞ്ഞത്. അപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് നമ്മളെ ഇതിലായിട്ടുള്ളത്. ഒരുപാട് ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബത്തിനും ഒരുപാട് ബന്ധങ്ങൾ മൂപ്പരെടുത്ത എല്ലാ കാര്യങ്ങളും കൊണ്ടും. അള്ളാഹുത്താല അവരൊക്കെ വർക്കത്തുകൊണ്ട് നമ്മളെല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ട് സലാമത്താക്കി തരാം. വലിയ സന്തോഷം ഇവിടെ വരാനും. കുറെ ആയി ഇവരെ ബന്ധപ്പെടാനും. പലപ്പോഴും മക്കാമ്പി ചെല്ലുമ്പോൾ അവിടെ തരുമ്പോൾ തിരക്ക്, പിന്നെ വിളിക്കുമ്പോൾ ഇവിടെ കാണൂല. അങ്ങനെ എന്തായാലും ഇപ്പോഴാണ് എൻ്റെ സമയമായിട്ട്. ഏതായാലും നല്ല നല്ല അനുഭവങ്ങളാണ്. ഉപ്പ ഇന്ന് ഹയാത്തിലില്ല. ഉപ്പേന്റെ അനുഭവം പറഞ്ഞാൽ നമ്മളെ ആ സമയത്തൊക്കെ അവിടെ വെച്ച് നടത്തണം. പക്ഷെ അള്ളാഹിന്റെ കള്ള ഈ വീട്ടിൽ തന്നെ ഉമ്മ ഹയാത്തുള്ള വീട്ടിൽ വെച്ചിട്ട് പറയാനായിരിക്കും അള്ളാഹിന്റെ തൗഫീഖ്. ഏതായാലും അള്ളാഹു ഉപ്പയുടെ ദർജ അള്ളാഹു ഉയർത്തട്ടെ. ഏതായാലും ഇവിടെ വരാനും ഇവരെ കാണാനൊക്കെ വലിയ ഭാഗ്യം തന്നെയാണ്. അള്ളാഹു ഉമ്മക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ്, വലിയ കുടുംബത്തിലും വലിയ ഉപ്പയുടെ മകനല്ലേ, മകളും അല്ലേ, തന്നലിപ്പാപ്പൻ്റെ മകളൊക്കെയാണ്. അള്ളാഹു അവർക്കൊക്കെ വലിയ സന്തോഷം നൽകട്ടെ. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് പുതിയ അനുഭവങ്ങളുമായി കാണാം. പ്രത്യേകിച്ച് കാഫില കാണുന്നവർക്ക് ദ്വാരക്കുക, നമ്മളെ സഹായിക്കുന്നവർക്കൊക്കെ നിങ്ങൾ ദ്വാരക്കുക. നമ്മളൊക്കെ കാര്യങ്ങൾ എല്ലാ ഹൈറായ നൽകുന്ന മുറാദുള്ള ഹാസിലാക്കി കൊടുക്കട്ടെ. അവർക്ക് നമ്മൾക്കുള്ള എല്ലാ പ്രയാസവും ബുദ്ധിമുട്ടുകളും സി എം വലിയുള്ളാനെ വർക്കത്ത് കൊണ്ടും അതുപോലത്തെ ഷഹീദ് പാപ്പാനെ വർക്കത്ത് കൊണ്ടും എല്ലാ മഹാന്മാരെ വർക്കത്തുകൊണ്ടും അള്ളാഹുത്താല സലാമത്താണ്. ഈ പരിപാടി അള്ളാഹുത്താല എല്ലാ എതിർപ്പുകളും ഇതിനെതിരെ പിന്നെ ഫിത്തന ഫസാദുകളെല്ലാം മാറ്റിവെച്ച് അതിന് മുന്നിട്ടിറക്കുന്നവർക്ക് അള്ളാഹുത്താല എല്ലാ നിലക്കുള്ള സഹായങ്ങളും നൽകട്ടെ. പൂർണ്ണമായിട്ടുള്ള വിജയത്തിൽ അള്ളാഹുത്താല എത്തിക്കണം. ഇതിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് അള്ളാഹുത്താല പരാജയപ്പെടുത്തില്ല. സന്തോഷത്തിലാണ്. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷം. ഇനിയും പുതിയ അനുഭവങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.